കുത്ത്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതുപോലെ ഇന്ന് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും രാവിലെ എനിക്ക് നേരെ വർക്കിലേക്കാണ്. അപ്പം വർക്ക് കഴിഞ്ഞിട്ട് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ടൈം കിട്ടുന്ന സമയത്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൽ. പക്ഷേ ഇന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് വർക്ക് കറക്റ്റ് ഷെഡ്യൂളാക്കാനും അതുപോലെ ടൈം മാക്സിമം കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു എഴുതി വെക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വർക്ക് മാനേജ് ചെയ്യണം, അത് ചാനലിൻ്റെ ബ്ലോഗ് വീഡിയോസ്, പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രക്ചർ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. പിന്നെ അതിൻ്റെ പുറമായിട്ട് ഞാൻ ഒരുപാട് വർക്കുള്ള സമയത്ത് നോട്ടായിട്ട് എഴുതി വെക്കലുണ്ട്. വർക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഞാൻ തീർക്കുക. ആ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണിപ്പോൾ കാണുന്നത്. പിന്നെ ഒരുപാട് ടൈം ഇതിന് മുമ്പിൽ ഇരിക്കുന്നതിന് കൊണ്ട് തന്നെ മറവി കുറച്ച് കൂടുതലാണ്. അതും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതും ഒന്ന് കടക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഴുതി വെക്കുന്നത്. കാര്യമായിട്ട് മറന്നു പോകും എന്തൊക്കെ ചെയ്യുന്നുള്ളത്. എന്തായാലും എല്ലാവരും ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അത് മാത്രമല്ല, നമുക്ക് വ്ളോഗിന് വേണ്ടിയിട്ട് നല്ലൊരു കണ്ടൻറ്റ് മേക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് മെയിനായിട്ടുള്ളൊരു പ്ലാനിങ്. കാരണം ഒരു കണ്ടൻറ്റും ഇല്ലാതെ വെറുതെ ഒരു വ്ളോഗ് ഇട്ടിട്ട് കാണുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പം എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ ഒരു പ്ലാനിങ് ആയിട്ടുണ്ട്. സത്യത്തിൽ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നത് പോലെയല്ല കേട്ടോ. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ്. കാരണം ഞാനിപ്പം എൻ്റെ അറിവിലൊരു 2-3 വർഷത്തോളമായി ഫുൾ വർക്ക് ഫ്രം ഹോം ആയിട്ട്. അതിന് മുമ്പ് ഞാനൊരു കമ്പനി വർക്ക് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഒന്നും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സമയത്ത് കിട്ടില്ല. അത് നമുക്ക് ആ ഓഫീസിൽ പോയിരുന്നിട്ട് അവിടുത്തെ നമ്മുടെ കമ്പനിയിലുള്ള ഫ്രണ്ട്സ്, കൊളീഗ്സ് അവരോടൊക്കെ സംസാരിച്ചും കണ്ട് വർക്ക് ചെയ്യുന്നതിന് ആ ഒരു സുഖം എന്തായാലും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ആകെ ഒരു എന്താ പറയുക, ഒരു സമാധാനം എന്ന് പറയുന്നത് വല്ലപ്പോഴും നമ്മളെ വീട്ടിലുള്ളവരായിട്ട് സംസാരിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു ഹാപ്പിനെസ് മാത്രമാണ്. ഇപ്പം 2-3 വർഷമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു പുറമൊരു ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം വിദേശത്താണുള്ളത്. അപ്പോൾ ഫുൾ ടൈം വീട്ടിൽ തന്നെ ആയി പോയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ആദ്യ റൂമിലേക്ക് വന്നത് കേട്ടോ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. വന്ന സമയത്ത് അവൻ ആദ്യൻ്റെ അടുത്ത് കണ്ടത് ഈ ഒരു ട്രൈപ്പോഡായിരുന്നു. ഞാൻ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ കണ്ടപ്പോൾ തന്നെ അവനത് വേണം, ഞാൻ അത് കൈ കൊടുത്ത്. പക്ഷേ അവനതിന് മുകളിൽ എവിടെയോ ലൈറ്റ് കത്തുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ആദ്യം കണ്ടപ്പോൾ. പക്ഷെ അത് കാണിച്ചു കൊടുത്തപ്പം പെട്ടെന്ന് അവന് മനസ്സിലായി. പിന്നെ അത് കത്തിച്ചൊരു കുറെ നേരം അത് നോക്കിയിരിക്കുക. ഇവൻ്റെ ഈ കളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ ഈ ഒരു പ്രായത്തിൽ ഇവർ അവരെ കൂടെയുള്ള ആൾക്കാരെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരെ കയ്യിൽ നിന്ന് എന്താണോ അവർ സംസാരിക്കുന്നത്, അവരെന്താണോ പിന്നെ ചെയ്യുന്നത്, അത് ഇവർ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പണ്ട് പാടിക്കൊണ്ടിരുന്ന കുട്ടികളെ കളിപ്പിക്കുന്ന പാട്ടും കാര്യങ്ങളൊക്കെ ഇവനിപ്പോൾ അത് ചെറിയ രീതിയിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളോട്, അതായത് എൻ്റെ ഏജിലുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും അറിയാതെ പോലും പറഞ്ഞു പോകാതിരിക്കുക. കാരണം ഇവരത് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. കാരണം ഇവന് ഇങ്ങനെ ഇത് ഒറ്റവട്ടം ചെയ്തപ്പോൾ തന്നെ അവനത് മനസ്സിലായി, ഈ രീതിയിലാണ് ബട്ടൺ നിൽക്കി കഴിഞ്ഞാൽ ലൈറ്റ് കുത്തുന്നുള്ളൂ. അപ്പം നമ്മളെ വായിൽ നിന്ന് വരുന്ന സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ അതേപോലെ തന്നെ ക്യാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് വേറൊരു രീതിയിൽ ഇപ്പം അല്ല, ഫ്യൂച്ചറിൽ അവർ പിന്നെ അത് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കും. അപ്പം ഇപ്പം മാക്സിമം നമ്മളത് ശ്രദ്ധിക്കുക. കാരണം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇവരത് നോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇവരോട് സംസാരിക്കും കാര്യങ്ങളും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവനത് പൊട്ടിക്കുമോ എന്നുള്ളൊരു പേടി കേട്ടോ എനിക്ക്. കാരണം കുറേ നേരം അതിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കളിക്കുന്നു, ഇത് വിട്ട് തരുന്നില്ല. അവന് സന്തോഷം അതിലെ ലൈറ്റ് ഇങ്ങനെ കത്തുന്ന കാണുമ്പോൾ. എന്നിട്ട് എല്ലാവരോടും ഫോട്ടോ എടുക്കുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്നെടുത്ത് ഒന്ന് 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 ഒന്ന്
അടിക്കി അടിക്കി അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ചെറിയൊരു കാര്യം തോന്നുന്നത്. അതായത് ഒരു ഉന്തുവണ്ടി ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ. ഇതിനു മുമ്പ് സിനുവിനൊക്കെ ഫോണിലൊക്കെ കുറേ നേരം അഡിക്റ്റ് ആയ സമയത്ത് അവർക്ക് അതിൽ നിന്ന് മാറാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും ചെയ്യാൻ വിചാരിച്ചത്. അതിലേക്ക് ഒരു ഓടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓടനെക്കാട്ടും കുറച്ചുകൂടി ഉറപ്പായിട്ട് എനിക്ക് അലുമിനിയത്തിൻ്റെ ഒരു കമ്പി കിട്ടുകൊണ്ട് ഞാനത് എടുത്ത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു കമ്പ് ഒടിക്കണം. പണ്ട് വണ്ടി ഓടിച്ചവർക്ക് അറിയാം, അതായത് മറ്റേ ഹോസ് വണ്ടി ഓടിച്ച ആൾക്കാർക്ക് അറിയാം എങ്ങനെ അത് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഓടിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പം പഴയ കാലത്തെ ഓർമ്മ അവർക്കും കൂടെ കാണിച്ചിരിക്കാം. ഇന്നിപ്പോൾ ആരും അങ്ങനെ വണ്ടി കൊണ്ട് നടക്കുന്നവരാരും ഇല്ല. വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പം ഇവർക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളതിൽ നിന്നൊരു കമ്പ് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ വെട്ടുന്ന വീഡിയോസൊന്നും എടുത്തില്ല. ഇതാണ് നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള കമ്പ്. അപ്പം ഏകദേശം നേരെയുള്ളൊരു കമ്പ് നോക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ ഇത്ര ആക്കിയപ്പോഴത്തേക്കും എനിക്ക് കമ്പനിയിൽ നിന്ന് കോൾ വന്നു. പിന്നെ അത് മാത്രമല്ല മാക്സിമം സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1 hour ബ്രേക്ക് ഉണ്ടാവുക. അപ്പം ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് പുതിയൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്